കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് വ്യാഴാഴ്ച കായംകുളത്ത് സ്വീകരണം നൽകും. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ 23-ന് കായംകുളം പാർക്ക് ജംഗ്ഷനിലെത്തും. ഇവിടെ ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 13-ന് സംഘടനയുടെ സമാരാധന അധ്യക്ഷൻ VKC ഉദ്ഘാടനം ചെയ്ത് 25-ാം തീയതി കേരളത്തിൻ്റെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ അവർകൾ സമാപന സമ്മേളനം നടത്തുകയാണ്. ഈ ജാഥ ആലപ്പുഴ ജില്ലയിൽ നാളെയും മറ്റന്നാളും ജനുവരി 22, 23 തീയതികളിലാണ് പര്യടനം നടത്തുന്നത്. 22-ാം തീയതി തണ്ണീർമുക്കം മണ്ഡിൽ നിന്നാണ് ജാഥയെ സ്വീകരിക്കുന്നത്. 22-ാം തീയതി വൈകിട്ട് തന്നെ ആലപ്പുഴയിലാണെങ്കിൽ അന്ന് സ്റ്റേ ചെയ്യുകയാണ്. 23-ാം തീയതി രാവിലെ കായംകുളത്തു നിന്നാണ് ജാഥ തുടങ്ങുന്നത്. 23-ാം തീയതി രാവിലെ കായംകുളത്തു നിന്നും കായംകുളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള വ്യാപാരി സമൂഹം ഒന്നടങ്കം നിന്നുകൊണ്ട് ഈ ജാഥയെ സ്വീകരിക്കുകയും പാർക്ക് മൈതാനിയിൽ സ്വീകരണം നടത്തുകയും ചെയ്യുകയാണ്. ഈ സ്വീകരണ പരിപാടിയിൽ വമ്പിച്ച വിജയമാക്കുവാൻ മുഴുവൻ വ്യാപാരികളുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം. വ്യാപാരികളുടെ കുടുംബങ്ങളടക്കമുള്ളവർ ഈ ജാഥയെ സ്വീകരിക്കുവാനെത്തണം. ഇവിടെ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് EA സമീർ, സംഘാടക സമിതിയുടെ കൺവീനർ A വാഹിദ്, കായംകുളം ഹരിപ്പാടിൻ്റെ ഏരിയ സെക്രട്ടറി C സുനിൽ അടക്കമുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി TV ബൈജു, ജില്ലാ സെക്രട്ടറി S ശരത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫിറോസ് ഖാൻ, സതീഷ് പാലിശ്ശേരി, ലീല ഗോകുൽ, ഹരിപ്പാട് ഏരിയയുടെ ട്രഷറർ ഷാൻ, ജോയിൻറ്റ് സെക്രട്ടറി നാസർ റൈബാൻ അടക്കം ഹരിപ്പാട് ഏരിയ പ്രസിഡന്റ് A നിസാർ അടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനം വമ്പിച്ച രൂപത്തിൽ വ്യാപാര സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന പാർലമെൻറ്റ് മാർച്ചിലേക്ക് പോകുമ്പോൾ ഈ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുവാനും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പ്രയത്നിക്കുന്ന സംഘടന എന്ന രൂപത്തിൽ വ്യാപാരി വ്യവസായ സമിതി വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുവാൻ വ്യാപാരി വ്യവസായ സമിതിയാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സമരത്തിനുണ്ട്. ഞങ്ങളുടെ ജാഥ ഞങ്ങളെ പാർക്ക് ജംഗ്ഷനിലാണ് സ്വീകരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ സ്വീകരണത്തിന് മുന്നോടിയായിട്ട് ജാഥയ്ക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് ഞങ്ങൾ എൽമെക്സ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പ്രകടനവും ജാഥയെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം ഉണ്ടാവും. ആ പ്രകടനത്തിൽ എല്ലാവിധമായ കലാപരിപാടികൾ ഉൾപ്പെടെ മറ്റ് കായംകുളത്ത് നടക്കാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായംകുളത്ത് ആലപ്പുഴ ജില്ലയിലെ നമ്പർ 1 സ്വീകരണ കേന്ദ്രമാക്കി കായംകുളത്തെ മാറ്റുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും വ്യാപാരി വ്യവസായ സമിതി കായംകുളം ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അതിനകത്ത് പൊതുജനങ്ങളും ഈ ജാഥയുടെ ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വ്യാപാരികളും ഈ ജാഥയ്ക്ക് വേണ്ട സ്വീകരണ സ്ഥലത്തേക്ക് പങ്കെടുക്കുകയും വേണ്ടുന്ന എല്ലാ സഹായ സഹകരണവും നൽകണമെന്ന് ഞങ്ങൾ ഇതിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം ബഹുരാഷ്ട്ര കുത്തകളായ സ്വദേശ വിദേശ കുത്തകൾക്ക് റീറ്റെയിൽ രംഗത്ത് വ്യാപാരം തുടങ്ങാനുള്ള അനുവാദം കൊടുത്തതിന് ശേഷം നാട്ടിൻപുറത്തെ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളാണ് അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെറുകിട വ്യാപാരികളും വ്യവസായികളും ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന പ്രചരണ ജാഥ 2025 ജാനുവരി 23-ാം തീയതി കായംകുളത്ത് പാർക്ക് മൈതാനത്ത് എത്തിച്ചേരുമ്പോൾ ആവേശോജ്വലമായ സ്വീകരണമാണ് കായംകുളവും ഹരിപ്പാടും സംയുക്ത സംഘാടക സമിതി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ചെയർമാൻ MM ഷെരീഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ കൺവീനർ സ്വാഗതം പറയും. ജാഥ ക്യാപ്റ്റൻ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജുവിനെ ജാഥ അംഗങ്ങളെയും സംഘാടക സമിതി വിവിധ കമ്മിറ്റികൾ സ്വീകരിക്കും. എൽമെക്സ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് മേടമുക്ക് വഴി പാർക്ക് മൈതാനത്ത് ജാഥയുടെ വരവേൽപ്പ് എത്തിച്ചേരും. യോഗത്തിൽ MM ഷെരീഫ്, A വാഹിദ്, EA സമീർ, S ഫിറോസ് ഖാൻ, സതീഷ് പാലിശ്ശേരി, C സുനിൽ, ഷാൻ പാലസ്, N ശിവൻപിള്ള, നാസർ റൈബാൻ, MA സമദ്, ഹുസൈൻ കളീക്കൽ, ഇർഷാദ് പൊന്നാരേത്ത്, അനസ് നാസ, അബ്ദുൾ സലീം, സാബു പൊന്നൂസ് തുടങ്ങിയവർ പങ്കെടുക്കും. ജാഥ ആലപ്പുഴയിൽ നിന്നും ഹരിപ്പാട് എത്തിച്ചേർന്ന് അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. തുടർന്നാണ്
കായംകുളത്തേക്ക് ജാഥ എത്തുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.